ഇപ്പോൾ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഈ ക്യാമ്പിലെത്തുന്നുണ്ട്. മിനിസ്റ്റർ ക്യാമ്പ് രാവിലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും ക്യാമ്പിലേക്ക് വന്നതാണല്ലേ? വല്ലാത്ത ദുരന്തമായി പോയി. ദുരന്തം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെ അത് വാക്കുകൾക്ക് അതീതമായുള്ള ദുരന്തമാണ്. ദുരിതപ്പെട്ട മൃതശരീരങ്ങളിൽ ശിരസ് ഏറ്റുപോയി, തലയോട് മാത്രം അതിൻ്റെ അകത്തൊന്നുമില്ല. ഈ മിനിസ്റ്റർക്ക് ലഭിച്ച അറിവനുസരിച്ച് ഇപ്പോൾ അവിടെ തെരച്ചിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇത് പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ എല്ലാ ഭാഗത്തുനിന്ന് മറുകറിയില്ലവരെ ഇപ്പോൾ തിരിച്ചെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മുണ്ടക്കൈ മേഖലയിലാണ് ഇപ്പോൾ കാര്യമായ രീതിയിൽ പ്രവർത്തനം നടക്കുന്നതല്ലേ? ആ ഭാഗത്താണ് അവിടെ ദുരന്തം എല്ലാം വളരെ നല്ല ത്വരിതഗതിയിൽ നടത്തുന്ന പ്രവർത്തനം. ഇപ്പോൾ ചില മണ്ണൊടിച്ച് അപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് മണ്ണ് മൂടിക്കിടക്കുന്നത് നീക്കം ചെയ്യണമെങ്കിൽ ഇത് പോകണമല്ലോ, അത് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് അത് നീക്കം ചെയ്യുന്നതിന് ഒരു മാനുഷിക ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നമ്മൾ മാനുഷികവും ശാരീരികവും സാങ്കേതികമായിട്ട് സകല എല്ലാം ചെയ്യുന്നു. അപ്പോൾ എല്ലാ സംവിധാനം ചെയ്യണമെന്ന് അവിടെ മുഖ്യമന്ത്രി നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മന്ത്രിമാരൊക്കെ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തില്ല. ഞാൻ രാവിലെ ആശുപത്രിയിൽ വന്നിരുന്നു, ഉണ്ടാകുന്ന ഡെഡ് ബോഡി ഉണ്ട്. അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊരു പ്രത്യേക ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ്. അപ്പോൾ എല്ലാവരും എല്ലാ സോഴ്സും ഇത് സഹായിക്കും. ഞാൻ ആ ഒന്നാം മന്ത്രിസഭയുടെ കാലത്ത് പിണറായി സർക്കാർ അന്ന് ഇവിടെ വെള്ളപ്പൊക്ക കെടുതികളും കാർഷികരുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു ക്യാമ്പ്. ഞാൻ ആ സമയത്ത് ഈ കാണാൻ കഴിയ സാധിച്ചതെന്ന് അറിയാം, ജനകീയ സഹകരണം, കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകളൊന്നും ഇല്ലാതെ എല്ലാവരും. അതുപോലെയാണ് ഇപ്പോൾ ഈ ദുരന്ത സമയത്ത്. അതെ, എല്ലാവരും എത്ര സഹായങ്ങൾ വന്ന് അവിടെ വിതരണം ചെയ്യുന്നതൊക്കെ മറ്റു ജില്ലകളിൽ നിന്ന് വന്നിട്ട് എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു മാനുഷികമായ ഭാവങ്ങളാണ് ഇവർ വിദ്യാർത്ഥി വിവരങ്ങൾ ഇറങ്ങിയിട്ട് സന്നദ്ധ സംഘടനകളെ പ്രവർത്തിക്കുന്നു, രൂപം കൊടുക്കുന്നു. ഇതെല്ലാം ഏതായാലും ഇതിന് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ സഹായങ്ങളൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഔദ്യോഗികമായ കണക്കുകൾ ഇപ്പം നിലവിൽ ലഭ്യമായിട്ടില്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും അങ്ങേക്കൊരു സൂചനയുണ്ട് എത്ര ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വ്യക്തത വരുന്നുണ്ടോ? അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എത്ര ആളുകൾ ഉണ്ടായിട്ടുണ്ട്, ആരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എടുക്കുകയാണ്. ഓൺ ദ സ്പോട്ട് പെട്ടെന്ന് ഇപ്പോൾ പറയാൻ കഴിയും. എന്താണെന്നറിയോ, ദുരന്ത മുഖത്തുനിന്നല്ലേ നമ്മൾ വരുന്നത്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ചോദിക്കും, ഒരു അസസ്മെൻറ്റ് നടത്തുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചു വീട്ടിലാരൊക്കെയുണ്ട് എന്തൊക്കെ വിതുമ്പിയിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. ആശുപത്രിയിലെ ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് കണ്ടത്. ഏറ്റവും ഒടുവിൽ രാമേന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രി പ്രതികരിക്കുകയായിരുന്നു. എന്തായാലും ആശുപത്രികളിൽ ഓരോ ആളുകളും അവരവരുടെ ബന്ധുക്കളെ തേടി പോകുന്ന കാഴ്ചയാണ്.